ഹലോ, ആത്മാവിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്കറിയാം, ഈശ്വരൻ എന്ന പരമാത്മാവിൽ നിന്നുമാണ് എല്ലാ ആത്മാക്കളും ഉത്ഭവിച്ചിരിക്കുന്നതെന്നല്ലേ. അങ്ങനെ ഭൂമിയിലെത്തുന്ന ആത്മാക്കൾ ഒരു ശരീരം സ്വീകരിച്ച് ആ ശരീരത്തിൻ്റെ മരണം വരെ അതിൽ തന്നെ ജീവിക്കുന്നു. ആ ശരീരത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള സമയം ആത്മാവിൻ്റെ ഒരു ജന്മം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ശരീരത്തിന് മരണം സംഭവിച്ച ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഈ ആത്മാവ് മുന്നേയുള്ള ശരീരത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ മറ്റൊരു ശരീരം സ്വീകരിച്ച് വീണ്ടും ജീവിക്കാൻ തുടങ്ങും. ഇത് ആത്മാവിൻ്റെ രണ്ടാം ജന്മമായിട്ട് കണക്കാക്കാം. ഇങ്ങനെ ആത്മാക്കൾ ഈ ഭൂമിയിൽ വീണ്ടും വീണ്ടും ജനിച്ചു മരിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവിൻ്റെ ലക്ഷ്യം തന്നെ മോക്ഷം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഈ പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ആത്മാവിന് മോക്ഷം കിട്ടുന്നത് വരെ ഉള്ളൂ അതിൻ്റെ ആയുസ്. ഓക്കെ, ശേഷം ആ ആത്മ ഊർജം ഈശ്വരനിലേക്ക് ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ജന്മങ്ങളെടുക്കുന്ന ആത്മാവിൻ്റെ ഓരോ ജന്മങ്ങളും അതിൻ്റെ ഓരോ ദിവസങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ജന്മങ്ങളെടുത്ത ആത്മാക്കളെയാണ് ഓൾഡ് സോൾസ്, വൃദ്ധാത്മാക്കൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ.